മറ്റ് ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷൻ്റെ ഏർപ്പാടുമില്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം. ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നത്. അങ്ങനെയായാൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം ഉണ്ടാകൂ. അത് നിങ്ങളെല്ലാവരും മനസ്സിലായിക്കോ. കുറ്റം ചെയ്യുന്നില്ലേ, ഒരു പ്രശ്നവുമില്ല. ഈ ആർത്തിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്, സേവനം നമ്മൾ നടത്തുന്നുവെന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ സേവിക്കലാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വഴിവിട്ട നടപടികൾ ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ കേരളത്തിന് ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിലൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഇന്ത്യ രാജ്യത്തെ നിലവെച്ചുകൊണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേരിപ്പോൾ തന്നെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തരല്ല. അഴിമതി തീർത്തും ഇല്ലാതാവുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ചില തലങ്ങളിലെങ്കിലും അഴിമതി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു തരത്തിലും അഴിമതി ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ ഒരു യോഗത്തിൽ മനുഷ്യൻ്റെ ആർത്തിയാണ് ഈ അഴിമതിക്കിടയാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പലരും നല്ല തോതിൽ ശ്രദ്ധിച്ചതായി കാണുന്നുണ്ട്. ഞാൻ ആദ്യമായി പറയുന്നതല്ലത്, ഇതുപോലുള്ള യോഗങ്ങളിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ കസേരയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 7.5 വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണിത് പറയാൻ കഴിയുന്നത്? ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തലയുയർത്തി നിൽക്കാൻ കഴിയും. ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഈ മന്ത്രിസഭയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത അത് തന്നെയാണ്. അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം. ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോലെ എല്ലാവരും ആ നിലയിലേക്ക് എത്താം. കഴിഞ്ഞ ദിവസം പറയാനിടയായ സാഹചര്യം അത് ഞാൻ അതിൽ വിശദീകരിക്കുകയാണ്. വീണ്ടും ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ്. ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നത്. അപ്പോൾ വിജിലൻസ് പിടികൂടുന്ന അവസ്ഥയാണ് പറഞ്ഞത്. ഇത്തരമൊരു നിലയിലേക്ക് നാം അധപ്പതിക്കാതിരിക്കണം. നല്ല തോതിൽ നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും നടത്താനാകണം. ഇപ്പോൾ കേരളത്തിലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത്? ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ അനുഭവമുണ്ട്. അവർ ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല, മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്. വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട്. സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ മറ്റ് ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷൻ്റെ ഏർപ്പാടുമില്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തലയുയർത്തി പറയാൻ പറ്റുള്ളൂ. അവരും ചിലത് ചിലയിടങ്ങളിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ ചില വിവരങ്ങൾ ഞങ്ങളും കേൾക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറണം. ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിൻ്റെ പിന്നാലെ
പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അങ്ങനെയായാൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. മനസ്സമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടോളൂ. മനസ്സമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസ്സമാധാനം തകരില്ല. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം തകരൂ. അത് നിങ്ങളെല്ലാവരും മനസ്സിലായിക്കോ. കുറ്റം ചെയ്യുന്നില്ലേ, ഒരു പ്രശ്നവുമില്ല. എന്തു വന്നാലും അതിനെയെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും. അല്ലേ? തല താണു പോകും, തനിയെ താണു പോകും. ആ അവസ്ഥ ഉണ്ടാക്കരുത്. അതാണ് ഈ ആർത്തിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്. ഇനിയും ആർത്തിയെക്കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ്.